നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊരു സഹായം ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ഈ സഹായം പലരുടെയും ജീവിതത്തിന് വഴിവെക്കുന്നതായിരിക്കും. ദയവായി ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഈ കുറിപ്പേ ഞാൻ ഈ വീടിന്റെ വാതിലിൽ വെച്ചേക്കാം. പക്ഷേ കാണുവാണെങ്കിൽ ഇങ്ങനൊരാള് വന്ന് അന്വേഷിച്ചു പോയ വിവരം പറയണം. ഓ പിന്നെന്താ. ശരി ചേച്ചി. പാർവതിയെ കാണുന്നില്ലല്ലോ. അച്ഛാ. മോളെ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ അച്ഛാ? എന്താ കാര്യം? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അച്ഛാ? എന്താ പ്രശ്നം? മോളെ, നിന്റെ പേരിൽ ഞാൻ എഴുതുന്ന സ്വത്തുക്കൾ മുഴുവനും വിശാല് പ്രഭാവതിയുടെ പേരിൽ മാറ്റിക്കൊടുക്കാൻ പോവാണെന്ന് പറയുന്നു. നിന്റെ സമ്മതത്തോടു കൂടി തന്നെയാണോ അവനിത് ചെയ്യാൻ പോകുന്നത്? അത് എനിക്കറിയാം അച്ഛാ. വിശാൽ സാറ് എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. എന്നിട്ട് നീ അതിന് സമ്മതിച്ചോ? എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിഷേധിക്കാൻ കഴിയില്ലല്ലോ അച്ഛാ. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ അത് കേട്ടു നിന്നു. നിന്റെ ആ മൗനം സമ്മതമായിട്ടാ വിശാല് കണ്ടിരിക്കുന്നത്. പ്രഭാവതിക്ക് സ്വത്തുക്കൾ മാറ്റിക്കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ മോളെ? നീ സ്വത്തുക്കൾ പ്രഭാവതിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ പോവുകയാണോ എന്ന്? മോളെ, ഇതൊക്കെ പ്രഭാവതിയുടെ കൈ കിട്ടിയ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എല്ലാം തകിടം മറിയും. അവൾ ഇവിടെ കുഴിച്ചു കുളം തോണ്ടും. എന്നെയും നിന്നെയും ഉൾപ്പെടെ സകലരെയും അവൾ ഇവിടെ അടിച്ചു പുറത്താക്കും. എന്താ അത് സംഭവിക്കില്ല എന്ന് നിനക്ക് ഉറപ്പു പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. മോളെ, നീ ഇതൊക്കെ സംരക്ഷിക്കുമെന്ന് കരുതിയ ഞാനിതൊക്കെ നിന്റെ പേരിൽ എഴുതി തന്നത്. എന്നിട്ട് ഇതൊക്കെ കൈവിട്ടു പോവാണല്ലോ മോളെ. അച്ഛാ, ഞാൻ മോളെ, നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. ഈ വസ്തുക്കളൊന്നും ഒരു കാരണവശാലും പ്രഭാവതിയുടെ പേരിൽ എഴുതി കൊടുക്കില്ല എന്ന് നീ എനിക്ക് സത്യം ചെയ്തു തന്നേ പറ്റൂ. എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. സത്യം ചെയ്യും മോളെ. പ്രഭാവതിക്ക് സ്വത്തുക്കൾ കൈമാറില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു താ. മോളെ, അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. വിശാൽ സാറിനെ നിഷേധിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്നോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ ഇപ്പൊ തന്നെ അമ്മയോട് സമ്മതം അറിയിച്ചേനെ.
തനിക്ക് എന്നോട് സ്നേഹമില്ല, മതിപ്പില്ല. എല്ലാം വെറും നാട്യമായിരുന്നു. തനിക്ക് എന്നെക്കാളും വലുത് സ്വത്തുക്കളായിരുന്നല്ലേ? അയ്യോ സർ, സർ അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് എന്തിനേക്കാളും വലുത്, എന്റെ പ്രാണനേക്കാളും വലുത് വിശാൽ സാറ് തന്നെയാ. ഞാൻ എന്റെ ജീവന് തുല്യം തന്നെയാ വിശാൽ സാറിനെ സ്നേഹിക്കുന്നതും. സാറ് അതൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഇതുവരെ കാണിച്ചത് നാട്യമാണെന്ന് പറയല്ലേ സർ. ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് തന്നെയാ ഞാൻ സാറിനെ സ്നേഹിക്കുന്നത്. എനിക്ക് ഈ സ്വത്തുക്കളൊന്നും വലുതല്ല സർ. അതിനോടൊന്നും ഒരു താല്പര്യവും എനിക്കില്ല. ഒരിക്കൽ പോലും ഈ സ്വത്തുക്കൾ എന്റെ പേരിലാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല. എനിക്ക് പ്രാധാന്യം സാറിന്റെ നന്മ മാത്രം. ശരി, അങ്ങനെയെങ്കിൽ പ്രഭാവതി അമ്മയെ കണ്ട് സമ്മതം അറിയിക്കാൻ പിന്നെന്തിനാ മടിക്കുന്നത്? വിശാൽ, ഇവിടെ എന്താ മോനെ നടക്കുന്നത്? ദേ, നിങ്ങളുടെ സംസാരം എല്ലാം ഞാൻ കേട്ടു. നീ എന്തിനാ മോനെ പാർവതി വഴക്ക് പറയുന്നേ? പാർവതിയുടെ പേരിലുള്ള സ്വത്തുക്കള് അവളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രം എന്റെ പേരിലേക്ക് മാറ്റി എഴുതിയാ മതി. അതിനുവേണ്ടി ഇവളെ നിർബന്ധിക്കാനോ വഴക്ക് പറയാനോ ഒന്നും പാടില്ല വിശാൽ. മക്കളെ, നിങ്ങൾ ഇങ്ങനെ പരസ്പരം കലഹിച്ച എനിക്കിത് സഹിക്കാൻ കഴിയില്ല. വിശാൽ, എല്ലാം നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിച്ചാ മതി. തിടുക്കം കൂട്ടണ്ട, കേട്ടല്ലോ? മോളെ, നീ വിഷമിക്കണ്ട. എന്നോടുള്ള അമിത സ്നേഹം കൊണ്ടാ ഇവൻ നിന്നോട് ദേഷ്യപ്പെട്ടത്. നിനക്ക് അത് മനസ്സിലാവൂന്ന് എനിക്കറിയാം. ഏതായാലും എന്റെ പേരില് നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത്. അതെനിക്ക് വലിയ സങ്കടമാവും മോളെ. ആ, സാരമില്ല. ദേ, നമുക്ക് വളരെ സാവധാനം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം. മോനെ വിശാൽ, നീ വന്നേ. ഈ സിറ്റുവേഷനിൽ നീ ഇവിടെ നിന്നാ നിനക്ക് ഇനിയും പാർവതിയോട് ദേഷ്യം തോന്നും. നീ വാ വാ മോനെ. കപടപുത്ര സ്നേഹം കൊണ്ട് പ്രഭാവതി അമ്മ വിശാൽ സാറിന്റെ കണ്ണ് കിട്ടിയിരിക്കുകയാണ്. സർ, പ്രഭാവതി അമ്മയുടെ കള്ള സ്നേഹം സാറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ എന്റെ ഈ ശ്രമം. പക്ഷേ എങ്ങനെ ഞാനത് ബോധ്യപ്പെടുത്തും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.